സൺ ടാൻ വെറും ഒറ്റ യൂസിൽ മാറ്റാൻ പറ്റുന്നതും അതുപോലെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ അതൊക്കെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നല്ല നിറം ഉണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധിക്കാത്തത് കാരണം സ്കിൻ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് വന്നു പോയ ആ ഒരു ഡൾനെസ്, ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ ഇവയൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നല്ല അടിപൊളി വൈബ്രൻ്റ് ആയിട്ടുള്ള തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമായിരിക്കും കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇൻ കേസ് നമുക്ക് ഓൾറെഡി റിസൾട്ട് കിട്ടി, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ, വീണ്ടും നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണ്ടേ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ ഇനിയും വീഡിയോ ഇടാണ്ടിരിക്കുന്ന എങ്ങനെ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ശബ്ദം കാരണം. ഇപ്പോഴാണ് ഇത്രയെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ പാക്ക്. ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷേ അതിന് മുന്നായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. മഞ്ചിഷ്ട നമ്മൾക്ക് ഇങ്ങനെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഇതിൻ്റെ റോ ആയിട്ടും നമുക്ക് സ്റ്റെം പോലെയും വാങ്ങാനായിട്ട് പറ്റും. സോ ഇത് രണ്ടും തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അങ്ങാടി മരുന്ന് കടകളിലൊക്കെ ചോദിച്ചാൽ അവിടെ നിന്നും നമുക്കിത് സംഘടിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പൊടിയാകുമ്പോൾ നമുക്ക് പൊടിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ കൂടുതൽ ആൾക്കാരും ആ ഒരു പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കിട്ടാനായിട്ട് വേര് മേടിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റെം മേടിച്ചിട്ട്, സ്റ്റെമ്മാണോ വേരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, തടിക്കക്ഷണം പോലെ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാണോ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നത്, ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അത് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാല് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കുക. ആക്ച്വലി ഈ ഒരു പൊടി മിക്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഒരു തരിതരിപ്പ് കൂടുതലുള്ള പൊടിയാണ്. സോ ഈ ഒരു പാല് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതോടൊപ്പം തന്നെ മിക്സ് ആവാനും അതിൻ്റേതായ സമയമെടുക്കും. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മിക്സായി വരുമ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. കുറച്ചുകൂടെ ലൈറ്റായിട്ടായിരിക്കും പൗഡർ ഉണ്ടാവുന്നത്, ബട്ട് നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു പിഗ്മെൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാവും. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കുക. ഇനി നിങ്ങൾക്ക് കറുത്ത പാടുകൾ കൂടുതലുണ്ട്, അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കണം. സ്കിന്നിനൊരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് വേണമെന്നുണ്ടെങ്കിൽ തേൻ കയ്യിലുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വർക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് തരാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഓവറോൾ ഈ ഒരു ഫേസ് പാക്ക് തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ചുണ്ടിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ അല്ലെങ്കിൽ മുഖത്ത് ഒരു ഭാഗത്ത് നിറമുണ്ട്, വേറൊരു ഭാഗത്തോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് നിറമില്ല, അങ്ങനത്തെ അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ ഡാർക്ക് സ്കിന്നുള്ള ഭാഗത്ത് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ മാറ്റി സൂപ്പർ വൈബ്രൻ്റ് ആയിട്ട് നമ്മുടെ ശരിക്കുള്ള സ്കിൻ ടോൺ ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഞാനിവിടെ കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പാക്കൊക്കെ നമ്മൾ മാക്സിമം മോസ്റ്റ്ലി എല്ലാ പാക്കും തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും കട്ടിയില്ലാതെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിന് ചെയ്താൽ ഇത് ഡ്രൈ ആകുന്ന ടൈം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും സമയം നമുക്കിത് ഫേസിൽ വച്ചേക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ നിറം വയ്ക്കാനായിട്ട് മാത്രമല്ല കേട്ടോ, നിറം വയ്ക്കും ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു ശരിക്കുള്ള സ്കിൻ ടോണില്ലേ അതിലോട്ട് നമ്മൾ വരും. സൺടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും. അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള പാടുണ്ടോ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. കഴുത്തിൽ ചുറ്റും കറുത്ത പാടുണ്ടെങ്കിൽ പുറകിൽ ബാക്ക് ഓഫ് ദ നെക്ക് അവിടെയും നിങ്ങൾക്ക് കറുത്ത പാടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഒരു
നമ്മുടെ ഈ ഒരു മഞ്ചിഷ്ട സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ മേടിച്ചത് അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടാകത്തില്ല. സോ ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് അതിലേതാണോ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് അത് ഞാൻ ഉറപ്പായിട്ടും പൗഡർ ഫോമിലുള്ളതും അതുപോലെ തന്നെ സ്റ്റെം ആയിട്ടുള്ളതും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനും പറ്റുമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിച്ചാൽ മതി മേടിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമ്മൾ ഫേസ് പാക്കൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ 2-3 ആഴ്ച കൂടുമ്പോഴൊരിക്കലൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പം സ്കിൻ കെയർ ഒക്കെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഇട്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. അതിൻ്റേതായ ടൈം കൊടുക്കണം. അപ്പോഴേക്കും നന്നായിട്ടൊരു ഹീലിംഗ് നടക്കുകയും നമ്മുടെ സ്കിന്ന് ബാക്ക് ടു നോർമലായി നല്ല വൈബ്രൻറ്റ് ഗ്ലോയിങ് ആയിട്ട് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനും, അതായത് ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും എല്ലാവരും ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഗ്ലോയിങ് സ്കിൻ കിട്ടുള്ളൂ, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം മാറിയാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് ആ ഒരു ഗ്ലോ നഷ്ടപ്പെടാതെ നമുക്ക് ഒരു നല്ല കുറേ നാൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ലൈഫ് ലോങ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലത്തിന് വേണ്ടി വെയിൽ കൊണ്ട് കരിവാളിപ്പുണ്ട്, അത് മാറാനായിട്ട് പാക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ഇനി അത് നിങ്ങൾ വെയിൽ കൊള്ളില്ല എന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നല്ല ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതോടൊപ്പം നമുക്ക് ഇനിയും വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ്, അതുപോലെ പാക്സ് ഇടുക, ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. എന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറേ നാൾ ഒന്നും ചെയ്യാതെ വീണ്ടും വെയിലിട്ടിട്ടുണ്ടെങ്കിൽ കരിവാളിപ്പും ഡൾനെസ്സും ഡാർക്ക്നെസ്സും എല്ലാം ഉണ്ടാവും. സോ നമ്മൾ കെയർ ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയെടുക്കുക. നമ്മളെല്ലാവരും പറഞ്ഞ് കേൾക്കുന്നതാണ്, ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് വ്യത്യാസമുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് സ്കിന്ന് ഡള്ളാവുന്നു എന്ന്. അതെന്തുകൊണ്ടാണ്? നമ്മൾ വീണ്ടും പുറത്ത് പോകുന്നു, പൊടിയടിക്കുന്നു, വീണ്ടും നമുക്ക് പൊല്യൂഷനും ഒക്കെ ആയിട്ട് സബ്ജക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ വന്നിട്ട് പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ വരും. അത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. സോ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്താൽ പോലും പല ദിവസങ്ങളിലും നമുക്ക് പ്രോബ്ലമൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സാണ് ഞാൻ കാണിച്ചു തന്നത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ഉള്ള 2 എണ്ണം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മാറിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൺസ്ക്രീൻ നമ്മൾ എത്ര തന്നെ അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ തന്നെ നമുക്ക് വെയിൽ എപ്പോഴും നമുക്കങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കരിവാളിപ്പുണ്ടാവും. സോ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അതിലൊന്നും വിഷമിക്കാനോ ഒന്നുമില്ല. സോ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയാൽ മതി. അതുകൊണ്ട് പുറത്തിറങ്ങാതെ അങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് നിർത്തരുത്, യൂസ് ചെയ്യണം. ആഴ്ചയിൽ 1-2 ദിവസം വെച്ച് ഫോർ എ ലോങ് പീരീഡ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര ഫ്ലോലെസ് ആയിട്ടുള്ള അടിപൊളി സ്കിൻ കിട്ടും. ഉറപ്പാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് സൂപ്പർ ഗ്ലോയിങ് ആവും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ബ്രൈഡൊക്കെ ആണെങ്കിൽ പുതിയൊരു സംഭവം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട. അല്ലാതെ സാധാരണ എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഒരു 18 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾറെഡി പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സൗണ്ട് മുഴുവൻ പോയിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ലേ. സോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ബൈ.